ഹായ്, നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വോയിസ് ഇടണമെന്ന് വിചാരിച്ചതാ, ഓൺ വോയിസ് ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചതാ, പറ്റിയില്ല. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ആ അടൂര് ഒരു മകനും മരുമകളൂടെ കൂടി അമ്മായിയപ്പനെയും അച്ഛനെ അടിച്ച് ഓടിക്കുന്ന ഒരു രംഗം. ഇത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഏതെങ്കിലും പുറത്തു നിന്നുള്ള ആരെങ്കിലും ആയിരിക്കണം എന്നോ ചിന്തിച്ചു പോയി. കാരണം നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത രീതിയിലൊരു പെരുമാറ്റമാണ് മകന്റെ ഭാഗത്തും മരുമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു പട്ടീനെ അടിക്കുക എന്നുള്ള രീതി പോലെ വളർത്തി വലുതാക്കിയ അച്ഛനെ അടിക്കാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന മരുമോൾക്ക്. അപ്പം മരുമോള് ഓടിച്ചിട്ട് അടിക്കുന്നു. അപ്പോൾ അതിന് ഏതോ ഒരു സുഹൃത്ത് സംഭവം മകനും മരുമകളും കൂടിയിട്ട് ഒരച്ഛനെ അടിക്കുന്ന വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടപ്പോ വളരെയധികം സങ്കടം തോന്നിപ്പോയി. ഈ അടിക്കുന്നത് കണ്ടിട്ട് ഒരു അയൽവാസി പകർത്തിയ ഒരു വീഡിയോ ആണിത്. ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സുഹൃത്തുക്കളെ, ആ തേവിടിച്ചിനെ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. അവനുണ്ട് ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തില് ഉണ്ടായാല് മാതാപിതാക്കൾക്ക് നേരെ ഉണ്ടാകുന്ന മക്കളുടെ ഇതുപോലുള്ള പെരുമാറ്റങ്ങൾ ഇനി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. റോഡില് നിയമം പാലിച്ചില്ലെങ്കിൽ ഫൈന്, മറ്റു കാര്യങ്ങളൊക്കെ. പ്രഗ്നൻസി ടൈം തൊട്ട് ഏകദേശം ഒരു 17 വയസ്സ് വരെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെ വേദന, മക്കൾ എങ്ങനെയാണ് വളർന്നു വരുന്നത്, എങ്ങനെയാണ് വലുതാവുന്നത്, ഇനി ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇവരെ കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ വളർത്തി വലുതാക്കി ഏകദേശം തന്നോളം വരുന്ന ഒരു വലിപ്പമാകുമ്പോഴത്തേക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു ഇതാണ്. ഒരു പോത്തിൻകിടാവിനുണ്ട് ഇതിലും വലിയ വിവേകം. ഒരു കിടാവിന് ഉണ്ട് ഇതിലും വിവേകം മനുഷ്യനെക്കാട്ടിലും. അപ്പോൾ ബ്രോ ഇപ്പൊ ചോദിച്ചു, ഇതിന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വേറൊന്നുമല്ല. മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തി ഏകദേശം തന്നോളം നിന്ന് സംസാരിക്കുന്ന രീതി എത്തുമ്പോഴും വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അങ്ങനെ വളർത്തുമ്പോഴത്തേക്ക് മാത്രമേ മക്കള് പറഞ്ഞാൽ അനുസരിക്കുള്ളൂ, അല്ലെങ്കിൽ അനുസരിക്കില്ല. അപ്പോൾ ആ അച്ഛൻ പാവം ചെറുപ്പത്തിലിടേണ്ട വളം നല്ലപോലെ ഇട്ടില്ല. അത് കാരണമാണ് മകൻ അങ്ങനെ. പിന്നെ മരുമകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മകൻ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ മരുമകൾ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്, ഒരുപാട് ട്രാവൽ ചെയ്യും. പല കാര്യങ്ങളായിട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പോകേണ്ട ആവശ്യങ്ങളിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോകുന്നത് അങ്ങനെയാണ്. അങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാനൊരു സ്ഥലമൊന്നും പറയുന്നില്ല, ഒരു രാത്രി 10:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു തട്ടുകടയിൽ കയറി കഴിക്കാൻ നേരം ഒരു കോള്, ആ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കൊരു കോള് വന്നു. ആ കോള് വന്നത് വീട്ടിൽ നിന്നാണ്. 10:30 ഏകദേശം. അപ്പോൾ അദ്ദേഹം വൈഫാണ് വിളിച്ചത്. വൈഫ് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ആരാ പുള്ളിയെ വിളിച്ചേക്കുന്നത്, എന്താണെന്നിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം പറയുക മകൻ്റെ അടുത്താണോ അമ്മയുടെ അടുത്താണോന്ന് അറിയത്തില്ല, വൈഫിൻ്റെ അടുത്താണോന്ന് അറിയത്തില്ല, പറയുക 11 മണി വരെ പഠിപ്പിച്ചിട്ട് ഉറങ്ങാൻ നേരം മോനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഉറക്കിയാൽ മതി, അവന്മാർ പഠിച്ചോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ മനുഷ്യൻ അത്രയും 2-3 മണി വരെ തട്ടുകടയിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ആ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ
മക്കളുടെ പഠിത്തവും മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കി ഈ 11 മണി വരെ മകൻ പഠിച്ചോ ഇല്ലയോ, ഇല്ലെങ്കിൽ പഠിച്ചിട്ട് കിടന്നാൽ മതി എന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ പോലെ ലൈഫ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ അന്നപ്പം ഞാൻ ഓർത്തു, ഈ അടൂര് നടന്ന ഒരു സംഭവം, സ്വന്തം മകൻ ഏകദേശം വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനെ അടിച്ചു ഓടിക്കുന്ന ഒരു രംഗം, അത് ഓർത്ത് എൻ്റെ മനസ്സിൽ ഞാൻ. അപ്പോൾ ഈ ദേഹമൊക്കെ പാവം മനുഷ്യന്മാരെ പോലെ ആ ഒരു അച്ഛനും ആ ഒരു കാലത്ത് ഇതുപോലെ കഷ്ടപ്പെട്ട് വളർത്തി ഒരു നിലയും വിലയൊക്കെ ആയിക്കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനുള്ളതും തന്നോളമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ ഉപദ്രവിക്കാൻ പോകുന്ന ഒരു രംഗം മനസ്സിലിങ്ങനെ ഓർത്ത് ഞാൻ. അപ്പോൾ എത്ര കഷ്ടപ്പെട്ട് എത്രയും പ്രയാസങ്ങൾ അനുഭവിച്ച് ഉറക്കളച്ച് രാത്രി മുഴുവനും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കി ഏകദേശം ഒരു നല്ലൊരു നിലയിലെത്തി കഴിയുമ്പോഴത്തേക്ക് മാതാപിതാക്കൾക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുന്ന ഒരു അവസ്ഥയും അവരെ അടിക്കാൻ പോകുന്ന അവസ്ഥയൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പെരുമാറാനോ അല്ലെങ്കിൽ നമുക്കത് സംസാരിക്കാനോ ഉള്ള ഒരു അടിസ്ഥാന ഇതില്ല. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസാരം നമ്മളിൽ തന്നെ തീർന്നു പോവാണ്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെതിരെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പക്കായിട്ട് ഫോളോ ചെയ്യണം. ആ വീഡിയോ വൈറൽ ഏതൊരു രീതിയിലുള്ള പെരുമാറ്റമാണേലും അതിന് തക്കതായ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ തന്നെയാണ്. കാരണം വളർത്തി വലുതാക്കി ഏകദേശം പ്രതീക്ഷകളോടുകൂടി വളർത്തി ഒരു സ്റ്റാൻഡായി കഴിയുമ്പം ഇങ്ങനെ ഉപദ്രവിക്കുന്ന മക്കളാണെങ്കിൽ നിലവിൽ അവർക്ക് ഈ ഭൂമിയിലൊരു ജീവിതത്തിനുള്ള അർഹതയുള്ളവരല്ല, അവരെയൊക്കെ തീർത്ത് കളയണം. അപ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഏറ്റവും കുറഞ്ഞ ശിക്ഷ വധശിക്ഷ, അതിന് മേളിലൊരു ശിക്ഷയില്ല. അത് നമ്മുടെ ഈ കേരളത്തിൽ നിലവിൽ വന്നാൽ ഇതൊക്കെ നിൽക്കും, ഇല്ലെങ്കിൽ നിൽക്കില്ല. ഇതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ബ്രോയുടെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ ഓക്കെ, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ.